അണ്ണാഫാഷൻ പുതിയടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് സാറ്റർഡേ സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ്. അത് ഓണം പ്രമാണിച്ച് നമ്മുടെ ഓണത്തിന് വരാൻ പറ്റുന്ന കുറച്ച് ടോപ്പിന്റെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രീമിയം കളക്ഷൻ ഒക്കെ ആയിരുന്നു. കട്ട് പീസ് ആയതുകൊണ്ട് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 299 499 ഇടയ്ക്ക് വരുന്ന പ്രീമിയം കളക്ഷൻസ് ആണ്. എല്ലാം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആവശ്യമുള്ളവർ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക, അല്ലാത്തവർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്, ആരും മിസ് ചെയ്യേണ്ട, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് വരുന്നത് വെർട്ടിക്കൽ ഫാബ്രിക് ആണ്. ഒരു യെല്ലോ ഷെയ്ഡാണ്. വീഡിയോയിൽ നല്ലൊരു യെല്ലോ ആയിട്ട് കാണുന്നുണ്ട്. അത്രയും യെല്ലോ കളർ വരുന്നില്ല, നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു യെല്ലോ ഷെയ്ഡ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് റൗണ്ട് നെക്കിൽ വരുന്നു. ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ബീഡ്സ്, ബോൾസ്, പേഴ്സ് ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ്. ഓണത്തിനൊക്കെ നമുക്ക് വെയർ ചെയ്യാം, ഗിഫ്റ്റ് കൊടുക്കാം. നല്ലൊരു റേറ്റിലുമാണ് വന്നിരിക്കുന്നത്. 3/4 സ്ലീവ് ആയിരുന്നു. സ്ലീവ് വിത്തൗട്ടാണ് ലൈനിങ്. സ്ലിറ്റഡ് മോഡലാണ്. ബോഡി പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എങ്ങനെയാണ്? 45 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഈ ടോപ്പ് ലാർജ് സൈസ് 399 ഒള്ളി. അടുത്ത വരുന്നത് ഇപ്പം കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ്. നല്ലൊരു ക്രീം ഷെയ്ഡ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഫാബ്രിക്, നല്ല കട്ടിയുള്ള വെർട്ടിക്കൽ ഫാബ്രിക് ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് റൗണ്ട് നെക്കിൽ വരുന്നു. വർക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ യെല്ലോയിൽ കണ്ടതുപോലെ തന്നെയാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക്. ഫാബ്രിക്കാണ് അതിനേക്കാളും നല്ല ഭംഗിയായിട്ട് വരുന്നത്. നല്ല പ്രീമിയം ആണ്, നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. 3/4 സ്ലീവ് ആയിരുന്നു. സ്ലീവ് വിത്തൗട്ടാണ് ലൈനിങ്. സ്ലിറ്റഡ് ബോർഡറാണ്. ബോഡി പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എങ്ങനെയാണ്? 45 ഇഞ്ച് ലെങ്ത് വരുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നു. ഇതിലെ ടാഗ് നോക്കണ്ട, മെഷർമെന്റ് കുറവായതുകൊണ്ട് ലാർജ് സൈസിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. 399 ഒള്ളി. അടുത്ത വരുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ്. നല്ലൊരു ലൈറ്റ് ചാർട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ക്രീമിന്റെ ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാം, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് റൗണ്ട് നെക്ക് വരുന്നു. യോക്ക് പോർഷനിൽ ഹെവി ആയിട്ട് ത്രെഡിന്റെയും സീക്വൻസിനെയും വർക്ക് ചെയ്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ലാവണ്ടർ ലൈറ്റ് ഡാർക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഫ്ലവറിന്റെ ത്രെഡ് വർക്കും കൂടെ പോകുന്നുണ്ട്. ഈ വർക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിന് പിക്ചർ ചോദിച്ചാൽ അന്നേരം തരാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത്. 3/4 സ്ലീവ് ആയിരുന്നു. സ്ലീവിൽ ലൈനിങ് വരുന്നില്ല. സ്ലിറ്റഡ് മോഡലാണ്. ബോഡി പോർഷനിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എങ്ങനെയാണ്? 44 ഇഞ്ച് ലെങ്ത് വരുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇത് XXL സൈസ്. ചെറുതായിട്ട് ഇവിടെ ഷേപ്പ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആമ്പിട്ടെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ജോർജറ്റ് ഫാബ്രിക്. XXL സൈസ് 299 ഉള്ളി. അടുത്ത് വരുന്നത് ടിഷ്യൂലുള്ള ഒരു കുർത്തിയാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് റൗണ്ട് നെക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ സ്ക്വയർ മോഡലിൽ സ്ലബ് കോട്ടന്റെ ഫാബ്രിക് പാച്ച് വർക്ക് ചെയ്തിട്ട് അതിൽ സ്ക്വയർ മോഡൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സിന്റെയും ബോൾസിന്റെയും ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് വെച്ചാണ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വർക്കിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയായിട്ടൊരു വർക്കാണ്. 3/4 സ്ലീവ് ആയിരുന്നു. സ്ലീവ് ലൈനിങ് വരുന്നില്ല. സ്ലീവിന്റെ എൻഡിൽ കസവ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റഡ് മോഡലാണ്. ടോപ്പിന്റെ ബോഡി പോർഷനിൽ ദാമൻ ഏരിയയിലും ഒരു സൈഡിൽ കസവിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോഡി പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിന്റെ ഫ്രണ്ട് വരുന്നത് എങ്ങനെയാണ്? ഈ ടോപ്പിന് 44 ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത്. ടോപ്പിന്റെ ദാമൻ ഏരിയയിൽ ഇങ്ങനെയാണ് കസവ് വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ലാർജ് സൈസ് 399 ഒള്ളി. ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ്. സിമ്പിൾ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്, പക്ഷേ സ്റ്റൈലും വർക്കാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കും ഇത് വെയർ ചെയ്യുമ്പോഴത്തേക്കും. ബാക്ക് റൗണ്ടിനൊക്കെ ഫ്രണ്ട് വീനൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ വീനക്കിൽ ഹെവി ആയിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് മെറൂൺ ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ്. ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് ബോൾസ് കൊണ്ടാണ്, ബീഡ്സ് അല്ല, ഗോൾഡൻ ബോൾസ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡിൽ തോന്നുന്ന അത്രയും ഇതെല്ലാം ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് മെറൂൺ ഷെയ്ഡിൽ വരുന്നത്. 3/4 സ്ലീവ് ആയിരുന്നു. സ്ലീവ് വിത്തൗട്ടാണ് ലൈനിങ്. സ്ലീവിന്റെ എൻഡിൽ കസവിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റഡ് മോഡലാണ്. ബോഡി പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എങ്ങനെയാണ്? ഈ ടോപ്പിന് 45 ഇഞ്ച് ലെങ്ത് വരുന്നു. ഈ ടോപ്പിൽ ഫ്രണ്ട് പോർഷനിൽ ദാമൻ ഏരിയയിൽ കസവിന്റെ ബോർഡർ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു. മീഡിയം സൈസ് 399 ഒള്ളി. അടുത്ത വരുന്നത് പ്രീമിയം കളക്ഷനിലുള്ള ഒരു ടോപ്പാണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം നമുക്ക്. കോറ കോട്ടൺ വരുന്ന ഒരു ഫാബ്രിക് ആണ്, പക്ഷേ ഇത് കോറ കോട്ടൺ അല്ല, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ്. കോട്ടൺ തന്നെയാണ്, പക്ഷേ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫാബ്രിക്. ഇങ്ങനെ പടർന്നും നിൽക്കത്തില്ല, ബോഡി ഹഗ്ഗിങ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതിൽ ഹെവി ആയിട്ടാണ് മിറർ വർക്ക് ചെയ്തിരിക്കുന്നത്. മിററിന് ചുറ്റും മെറൂൺ കളറിലുള്ള ത്രെഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. 3/4 സ്ലീവ് ആയിരുന്നു. സ്ലീവിലും ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. സ്ലിറ്റഡ് മോഡലാണ്. സോഫ്റ്റ് ബട്ടർ ക്രേപ്പിന്റെ ലൈനിങ് ആണ് ടോപ്പ് ഫുൾ ആയിട്ട് കൊടുത്ത് ചെയ്തിരിക്കുന്നത്. അത് കാരണം ടോപ്പിന് നല്ല വെയിറ്റും വരുന്നുണ്ട്. ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് എങ്ങനെയാണ്? 47 ഇഞ്ച് ലെങ്ത് വരുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഈ ടോപ്പ് ലാർജ് XXL സൈസിൽ അവൈലബിൾ ആണ്. 499 ഒള്ളി.
അടുത്ത സ്ലബ് കോട്ടൺ ആണ് ഫാബ്രിക്. നല്ലൊരു ക്രീമിന്റെ ഷൈനിങ് കളർ എന്ന് പറയാം, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് റൗണ്ട് ഒക്കെ വരുന്നു. ഇവിടെ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. പേൾസിന്റെ ബീഡ്സ് വരുന്നത് വൈറ്റ് കളറിലാണ്. അത് കാരണം അറിയത്തില്ല, സെൽഫായിട്ടേ അറിയത്തുള്ളൂ. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. നേരത്തെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 3/4 സ്ലീവ് വരുന്നുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലിറ്റഡ് മോഡലാണ്. ബോഡി പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിന്റെ ഫ്രണ്ട് വരുന്നത് എങ്ങനെയാണ്? 44 ഇഞ്ച് ലെങ്ത് വരുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. മീഡിയം സൈസ് 399 ഉള്ളി. അടുത്തത് താബു കോട്ടൺ ഫാബ്രിക് ആണ്. ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാം. ഓഫ് വൈറ്റും ക്രീമും കൂടെ മിക്സ് ആയിട്ട് ഒരു ഷെയ്ഡ് എന്ന് പറയാം. ബാക്ക് റൗണ്ടൊക്കെ ഫ്രണ്ട് ഒരു യുവിനൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് പോകുന്നത്. ഫാബ്രിക് ഫുള്ളായിട്ട് ഒരു സെൽഫ് വീവിംഗ് കൂടെ പോകുന്നുണ്ട്. അതായിട്ട് കാണുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് നെക്ക് പോർഷൻ വരുന്നത്. ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇങ്ങനെയാണ്. 3/4 സ്ലീവ് വരുന്നു. സ്ലീവ് വിത്തൗട്ടാണ് ലൈനിങ്. സ്ലിറ്റഡ് മോഡലാണ്. ബോഡി പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. 45 ഇഞ്ച് ലെങ്ത് വരുന്നു. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരുന്നു. ഈ ഫാബ്രിക് ഫുള്ളായിട്ട് ആ വീവിംഗ് പോകുന്നുണ്ട്. മീഡിയം സൈസ് 299 ഉള്ളി. അടുത്ത വരുന്നത് ടിഷ്യൂ ഫാബ്രിക് ആണ്. ബാക്ക് റൗണ്ടൊക്കെ ഫ്രണ്ട് ഒരു യുവിനൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. നെക്ക് പോർഷനിൽ ഹെവി ആയിട്ട് ഒരു ത്രെഡിന്റെയും മിററിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടി കളറിലുള്ള ത്രെഡ് വർക്കാണ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് എൻഡിൽ കസവിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടോപ്പിന്റെ ദാമൻ ഏരിയയിൽ ഫ്രണ്ടിലും ബാക്കിലും കസവിന്റെ ബോർഡർ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. വർക്കിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. 3/4 സ്ലീവ് ആയിരുന്നു. സ്ലീവ് വിത്തൗട്ടാണ് ലൈനിങ്. സ്ലിറ്റഡ് മോഡലാണ്. ബോഡി പോർഷനിൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഈ ടോപ്പിന് 48 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിൽ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൂല് വലഞ്ഞിട്ട് ചെറിയൊരു ഗോൾഡിന്റെ ഒരു ഷൈനിങ് ആണ്. പക്ഷെ അറിയത്തില്ല. എന്നാൽ അതൊന്ന് പറഞ്ഞു തരുവാണ്. അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഫോട്ടോ എടുത്താലും അറിയത്തില്ല. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 5XL സൈസിലോട്ടാണ് വന്നിരിക്കുന്നത്. ആംബിറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഹിപ്പിന്റെ ഇവിടെ ഓപ്പണിംഗ് വരുന്നത് 26.5 ആണ്. 5XLർക്ക് പറ്റുവാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ 4XLർക്ക് ആ സൈസ് മതിയെങ്കിൽ അതനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുക. 399 ഉള്ളി. അടുത്ത വരുന്നത് പ്രീമിയം റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ടോപ്പാണ്. ഒരു ക്രീം ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ബാക്ക് റൗണ്ട് നെക്ക് വരുന്നു. നെക്ക് പോർഷനിൽ ഹെവി ആയിട്ട് ഒരു മിററിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് പോർഷനിലും യോക്ക് പോർഷനിലും ചെറുതായിട്ട്. ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് വരുന്നു. ലൈനിങ് വരാത്ത മോഡലാണ്. സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ടോപ്പ് പ്രിൻസസ് കട്ട് പോലെയാണ് ഫ്രണ്ടിൽ വരുന്നത്. 3 ഫാബ്രിക് കൊടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. സെയിം ഫാബ്രിക് ആയതുകൊണ്ട് അത് അറിയത്തില്ല. ഇങ്ങനെയാണ് ടോപ്പിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. 44 ഇഞ്ച് ലെങ്ത് ആണ് ഈ ടോപ്പിന് വരുന്നത്. ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് ഈ പ്രിന്റ് തന്നെയാണ് പോയിരിക്കുന്നത്. ഈ ടോപ്പ് നമുക്ക് ലാർജ് XL സൈസിലാണ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് സൈസാണ്. അതായത് ലാർജ് എന്നുള്ളത് XLർക്ക് യൂസ് ചെയ്യാം, XL എന്നുള്ളത് XXL സൈസുകാർക്ക് യൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് സൈസിലാണ് വന്നിരിക്കുന്നത്. അതനുസരിച്ച് പർച്ചേസ് ചെയ്യാം. 399 ഉള്ളി.